നമ്മൾ ഡെവലപ്മെൻ്റൽ തിയറീസിൽ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ വക്താക്കളായ പിയാഷെനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിയാഷീസ് സ്റ്റേജസ് ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ്. സോ പിയാഷെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ്. 20th century has been marked by the rapid expansion of knowledge, for the acquisition of which one has to master techniques of effective processing of information and building up an efficient cognitive structure. This information processing and building up of cognitive structure is made possible by the use of various intellectual capabilities described earlier. Because of the close relationship, intellectual development has come to be thought of almost synonymous with cognitive development. ഇവിടെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നതും നമ്മുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഏകദേശം ഒരേപോലെ തന്നെയാണുള്ളത്, സിനോണിമസ് ആണ്. സോ പിയാഷെൻ്റെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്, ഡ്യൂറിങ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 20th century, many educational psychologists concentrated their studies on the process of cognitive development. These analytical studies have thrown much light on the nature of intellectual cognitive development and have resulted in the formulation of hierarchical stages involved in it. Of these, the developmental stages involved by Jan Piaget and Jerome Bruner are the most relevant for the teacher hands. Those stages are briefly described. According to Jan Piaget, cognitive development, intellectual development is the result of continuous interaction between ഓർഗനിസം ആൻഡ് ദ എൻവിറോൺമെൻറ്റ്. എൻവിറോൺമെൻറ്റ് ഓർഗനിസം തമ്മിലൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ത്രൂ ആണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ബേസ്ഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദിസ് ഇൻറ്ററാക്ഷൻ വിച്ച് ഈസ് ഗവേൺഡ് ബൈ ദ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. പിയാഷെ ആസ് ഡിവൈഡഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻറ്റു 5 വെൽ ഡിഫൈൻഡ് സ്റ്റേജസ്. 5 സ്റ്റേജസ് ആയിട്ടാണ് ഈ കോഗ്നിറ്റീവ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദേ ആർ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്, intuitive stage and concrete operational stage and formal operational stage. Of these, the second and the third together is designed as the pre-operational stage, and the fourth and fifth together is known as the operational stage. Each stage is marked by the emergence of new pattern of intellectual activities. Piaget believes that all the children pass through these segmental stages and no child can skip a stage, although different children pass through the stage at somewhat different pace. ഇത്രയും ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിലൂടെയാണ് ഒരു കുട്ടി അവൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു പ്രോഗ്രസ്സും അല്ലെങ്കിൽ ഒരു സ്റ്റേജസും നമ്മൾ ക്വിറ്റ് ചെയ്തിട്ടെല്ലാം പോകുന്നത്, സ്കിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ സ്റ്റേജസിലും കൂടിയാണ് ഒരു കുട്ടി പോകുന്നത്. അപ്പോൾ തന്നെയാണ് ആ കുട്ടീൻ്റെ ടോട്ടാലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഡെവലപ്മെൻറ്റ് അവിടെ സാധ്യമാകുന്നത്. അപ്പോൾ പിയാഷെൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിലൂടെയാണ് ഒരു കുട്ടി അവൻ്റെ ടോട്ടാലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് പിയാഷെ പറഞ്ഞിട്ടുള്ളത്. ഈ 5 സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ പിയാഷെൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റേജ് 1 സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ഫസ്റ്റ് 2 years ആണ്. ജനിച്ച പാടെ 2 വർഷത്തോളമാണ് ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മേജർ എയിം ഫോർമേഷൻ ഓഫ് ദ സെൻസ് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ് ആൻഡ് ഗ്രാജുവൽ പ്രോഗ്രഷൻ ഫ്രം റിഫ്ലക്റ്റീവ് ബിഹേവിയർ ടു ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആണ്. നെക്സ്റ്റ് വരുന്നത് പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് ആണ്. അത് 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയാണ്. 2 to 4 years ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദ എബിലിറ്റി ടു യൂസ് സിമ്പിൾസ് ടു റെപ്രസെൻറ്റ് ഒബ്ജക്റ്റ് ഇൻ ദ എൻവിറോൺമെൻറ്റ്. എൻവിറോൺമെൻറ്റ് കാണുന്ന ഇതിനൊക്കെ സിമ്പിൾസായി യൂസ് ചെയ്തിട്ടുള്ള ഈ ഒബ്ജക്റ്റ് പെർമനൻസ് ആണ് അവർക്ക് സാധ്യമാകുന്നത്. നെക്സ്റ്റ് 3rd സ്റ്റേജ് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് ആണ്. അത് 4 വയസ്സ് മുതൽ 7 years ആണ്. 7 വയസ്സ് വരെയാണ് ഈ ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ്. യൂസ് ഓഫ് കോൺസെപ്റ്റ്സ് ഫോംഡ് ഫ്രം പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആണിതിൽ പറയുന്നത്. നെക്സ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 7 to 12 years ആണ് ഇതിൻ്റെ പീരീഡ്. ഇംപ്രൂവ്മെൻറ്റ് ഇൻ എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി. ന്യൂ എബിലിറ്റീസ് ഇൻക്ലൂഡ് ദ യൂസ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ആർ റിവേഴ്സിബിൾ ബട്ട് എക്സ്പീരിയൻസസ് ഷുഡ് ബി കോൺക്രീറ്റൈസ്ഡ്. നെക്സ്റ്റ് ഫൈനൽ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അത് 12 വയസ്സ് വരെയാണ്. അഡൾട്ട്ഹുഡ് തുടങ്ങുന്നത് വരെയാണ്. സോ അബ്സ്ട്രാക്റ്റ് ആൻഡ് പ്യുവർലി സിംബോളിക് തിങ്കിങ് പോസിബിൾ. പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ത്രൂ ദ യൂസ് ഓഫ് സിസ്റ്റമാറ്റിക് എക്സ്പെരിമെൻറ്റേഷൻ. ഒരു സിസ്റ്റമാറ്റിക് എക്സ്പെരിമെൻറ്റേഷനിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും ഈ ഒരു 12 വയസ്സാകുമ്പോൾ ഒരു കുട്ടിക്ക്. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റാണ് ഒരു കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിയാഷെൻ്റെ അഭിപ്രായം.